പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തേൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക എന്ന എഫേസ് ലേഖനം 6:11 തിരുവചനം ചെറുക്കുവാനുള്ള ആയുധങ്ങൾ ശേഖരിക്കുവാനും പ്രയോഗിക്കുവാനും ആദ്യം പിശാചിന്റെ തന്ത്രങ്ങൾ ഏവ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തീയ ദൈവശാസ്ത്രമനുസരിച്ച് പിശാചിന്റെ തന്ത്രങ്ങളെ മെത്തേഡുകൾ എന്നും ഗ്രീക്കിൽ മെത്തേഡിയാസ് എന്നും വിളിക്കുന്നു. അവ ആളുകളെ ഭിന്നിപ്പിക്കുവാനും നിരുത്സാഹപ്പെടുത്തുവാനും വശീകരിക്കുവാനും ഉദ്ദേശിച്ചുള്ള വഞ്ചനാപരമായ തന്ത്രങ്ങളാണ്. വിശ്വസ്തരെ വഴിതെറ്റിക്കുവാൻ അവൻ നേരിട്ട് ആക്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് വഞ്ചന, പ്രലോഭനം, സംശയം, അഹങ്കാരം, ആത്മീയ വളർച്ചയിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിക്കുക എന്നിങ്ങനെ പല കൗശലങ്ങളിൽ കൂടിയും സാത്താൻ പ്രവർത്തിക്കുന്നു. നുണകളുടെ ഉടയവൻ എന്ന നിലയിൽ പലപ്പോഴും ദൈവവചനത്തെ വളച്ചൊടിക്കുവാൻ ഒരു വെളിച്ചദൂതനായി പിശാച് പ്രത്യക്ഷപ്പെടാറുണ്ട്. ക്രിസ്തുവിനെയും രക്ഷയെയും കുറിച്ചുള്ള സത്യത്തെ വളച്ചൊടിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ അവതരിപ്പിക്കുന്നു. ഹവ്വായുടെ പ്രലോഭനത്തിൽ കാണുന്നത് പോലെ പാപത്തെ നിരുപദ്രവകരമോ ആകർഷകവുമാക്കി കാണിക്കുക എന്നതാണ് ഇവൻ്റെ പ്രാഥമിക രീതി. എന്നാൽ ഭയം, ക്ഷീണം, അമിതമായ പ്രശ്നങ്ങൾ മുതലായവയിലൂടെ ആളുകളെ കൊണ്ട് ദൈവത്തിൻ്റെ നന്മയെ സംശയിപ്പിക്കുകയും വിശ്വാസികൾക്കെതിരായി ഒരു തന്ത്രമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുപോലെ വഞ്ചനയും നുണയും വിഭജനവും കുറ്റപ്പെടുത്തലും നിരുത്സാഹപ്പെടുത്തലും വ്യതിചലനവും ദ്രോഹം, ക്ഷമയില്ലായ്മ, അമിതമായ കുറ്റബോധം ഉണ്ടാക്കുവാൻ ഇടയാക്കുന്ന ആരോപണങ്ങൾ എന്നിവയിലൂടെ വിവാഹ, കുടുംബ, പള്ളികൾ, സഭ എന്നിവിടങ്ങളിൽ ബന്ധങ്ങൾ വിഭജിക്കുവാൻ ശ്രമിക്കുന്നു. ആളുകളെ അവരുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന പാപകരമായ പ്രവൃത്തികളിലേക്ക് ആകർഷിക്കുവാൻ നിയമവിരുദ്ധമായ ആഗ്രഹങ്ങൾ, ജഡമോഹം, സ്വാർത്ഥത എന്നിവയെ ഉപയോഗിക്കുന്നു. സ്വന്തം അസ്തിത്വം നിഷേധിക്കുവാനും ആളുകളെ അത് വിശ്വസിപ്പിക്കുവാനും പ്രേരിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞതുപോലെ ദൈവവചനത്തെ സംശയിപ്പിക്കുക, ശ്രദ്ധ ലൗകിക സുഖങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുക, നിരാശയിലേക്ക് തള്ളിവിടുക, നിരുത്സാഹപ്പെടുത്തുക, വേദപുസ്തക പാരായണം, കുടുംബ പ്രാർത്ഥന, ശുശ്രൂഷകൾ എന്നിവയെ തിരക്കോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് തടയുക, ആവശ്യകാര്യങ്ങളിൽ കാലതാമസം വരുത്തുന്നതിലൂടെയും ക്ഷമയും വിശ്വാസവും അനുസരണവും തച്ചുടയ്ക്കുക എന്നിവ വിശ്വാസികളെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും വഴിതിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന പിശാചിൻ്റെ 5 പ്രത്യേക തന്ത്രങ്ങളാണ്. വെളിപാടിൻ്റെ 12:10 സാത്താനെ കുറ്റവാളി എന്ന് വിളിക്കുന്നു. യോബിൻ്റെയും യോശുവയുടെയും കാര്യത്തിൽ കാണുന്നത് പോലെ ദൈവകൃപയിലുള്ള ആത്മവിശ്വാസം നശിപ്പിക്കുവാൻ കുറ്റബോധം, ലജ്ജ, സംശയങ്ങൾ എന്നിവ മനുഷ്യഹൃദയത്തിലും മനസ്സിലും അവൻ കൊണ്ടുവരുന്നു. അശുദ്ധമായ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും വിശ്വാസി സംരക്ഷിക്കപ്പെടണം. ആത്മീയ വെല്ലുവിളികളെ നേരിടുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വ്യക്തിയായും കുടുംബമായും സഭയായും പോരാടേണ്ട ഒരു പോരാട്ടമാണിത്. നിഷ്ക്രിയ വിശ്വാസത്തേക്കാൾ സജീവവും ദൈനംദിനവുമായ ആത്മീയ യുദ്ധത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണിത്. എന്നാൽ ആത്മാവിൻ്റെ വിശുദ്ധിക്കും ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്കും വേണ്ടി നടത്തുന്ന സമാധാനപരമായ യുദ്ധം ആണിതെന്ന് ഓർക്കുക. എഫേസ്യർ 6:11 അനുസരിച്ച് പ്രതിരോധ നടപടിയായി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക എന്നതാണ്. ഇതിൽ ജാഗ്രത പാലിക്കുക, വചനമാകുന്ന സത്യത്തിൽ വേരൂന്നിയിരിക്കുക, വിശ്വാസത്തിൽ നടക്കുക. ഈ സ്വാധീനങ്ങളെ, സാത്താൻ്റെ സ്വാധീനങ്ങളെ ചെറുക്കുവാൻ നിരന്തരമായ പ്രാർത്ഥനയിൽ ഏർപ്പെടുക. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.